ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ കോഴിക്കോട് വന്നിട്ട് ആദ്യമായിട്ട് കേട്ടോ പ്ലാനറ്റോറിയത്തിൽ പോകണം. ഒരു വട്ടം പോകാൻ നോക്കി നടന്നില്ല, ഫെയിലായി. അങ്ങനെ നേരെ ഞങ്ങൾ പ്ലാനറ്റോറിയത്തിക്ക് പോയി. 20 രൂപ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഒരു 40 രൂപ മേടിച്ചു ഒരാൾക്ക്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങളിങ്ങനെ നടന്ന് അവിടെ നോക്കിയപ്പോൾ ഒരു അമ്മയും മോൻ്റെ ഒരു ഊഞ്ഞാലാടണേ. പിന്നെ ഊഞ്ഞാലാടൽ നമുക്കൊരു വീക്ക്നെസ്, അത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്കൊരു വീക്ക്നെസ് ഊഞ്ഞാലാടൽ. ഞാൻ പോയിട്ട് ഊഞ്ഞാലാടി, കുട്ടികൾക്കൊന്നും ഉള്ളതാണ് ആർക്കുള്ളതാണാവാം. ഞാൻ പോയിട്ട് ഊഞ്ഞാലൊക്കെ നല്ല രസമുണ്ടായിരുന്നിട്ട് കുറേ കാലത്തിന് ശേഷം ഊഞ്ഞാലാടുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെ. അതിൽ പ്രായമില്ല, പക്വതയില്ല, ഒന്നുമില്ല. അങ്ങനെ ചിലർ പറയും ചെറിയ കുട്ടികളെ പോലെ, അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ഊഞ്ഞാലിടുന്നതിന് പ്രായം പക്കത്തൊന്നുമില്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടാൾ ഊഞ്ഞാലൊക്കെ ആട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ക്യാമറ ഒക്കെ ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ദേ നോക്കൂ ഗായ്സ്, ദൃശ്യം നോക്കൂ ഗായ്സ്. പിന്നെ ഞങ്ങൾ ഓഫീസിലത്തെ വിശേഷങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട്. നാളെ ഓഫീസിലേക്ക് പോകേണ്ടതെന്നൊക്കെ പറയുന്നത് ഓഫീസിലത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ഊഞ്ഞാലാടിയിട്ട് ചിരിച്ച് കളിച്ചിരിക്കണേ. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കണേ, ഞങ്ങൾ ക്യാമറമാൻ നജയാണ് ഗായ്സ്. ഞങ്ങൾ പ്ലാനറ്റോറിയത്തിലേക്ക് വരികയാണ് ഗായ്സ്. ദൃശ്യത പോകുന്നു. നിങ്ങൾ ഹായ് പറയൂ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ പ്ലാനറ്റോറിയം എത്തി. ഒരു ഊഞ്ഞാലൊക്കെ ആടി. നമ്മൾ അപ്പുറത്തൊരു സാധനം ഉണ്ട്, അതുകൊണ്ട് ട്രൈ ചെയ്യാം. മേക്കപ്പ് ഒന്നുമില്ല ഗായ്സ്, സാരില്ല. അങ്ങനെ ഞങ്ങൾ ആടുന്നൂഞ്ഞാല. പക്ഷെ എന്തേലും പറയാ ആടുന്നൂഞ്ഞാല. തലടിച്ച് വീണാ 3 അടിയിലുണ്ടാവും, ഫോണൊക്കെ എടുക്കണ്ടാവും കേട്ടോ. അപ്പൊ പിന്നെ വ്ളോഗും ഇല്ല, ഒന്നുമില്ല. ഇതിന് നല്ല കാല കറങ്ങട്ടോ, കാല് വിളങ്ങും. അപ്പുറത്ത് ജീവിതത്തിൽ എല്ലാത്തിൽ കൂടെ അത് സ്ക്രൂ അഴിഞ്ഞ് വീണാൽ അതും ലൈഫിലൊരു പാടല്ലേ. അടി വീഴണം. ഞാൻ ഇവിടുന്ന് വീണുണ്ട് ചെറുപ്പത്തിലാ, വലുതായിട്ടോ. കഥ ഇവിടെ ഒരു മനുഷ്യൻ, ഒരു ഈച്ചക്കുട്ടി പോലും ഉണ്ടാവില്ല. ആകെ കുറച്ചാൽ സ്പീഡ് പറഞ്ഞു, കുറച്ചുകൂടി സ്പീഡാണ്. ഇനി അതിന്റെ മുകളിലാ, ഇതിന്റെ സുഖം വേറെ ഒന്നിനും ഇല്ല. അങ്ങനെ ഞങ്ങള് പ്ലാനറ്റോറിയത്തിനുള്ളിൽ കുറച്ച് കാണാനുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി മിറർ മീസ് ഉണ്ട്. അവിടെ കയറിയിട്ട് എനിക്ക് വഴി മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ഒരു ഗോസ്റ്റിനെ കാണാൻ പോണ പോലെ ഉണ്ട്. തലൊക്കെ എവിടെ മുട്ടി എവിടെ എത്തി ഗായ്സ്. അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു